ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. സോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് PSC 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. നമ്മൾ സയൻസിൻ്റെ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ജനറൽ സയൻസ്. നമ്മൾ ഓൾറെഡി മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് വരുന്ന ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അപ്പോൾ ജീവകം എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ ജീവകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ടേം വരുന്നത് വൈറ്റമിൻ എന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് കാര്യങ്ങൾ എന്ന ഡെഫിനേഷൻ നോക്കാം. കാർബണിക സംയുക്തങ്ങളാണ് ജീവകങ്ങൾ. ഊർജ ഉൽപ്പാദനമില്ലാതെ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എന്നാൽ വളരെ ചെറിയ തോതിൽ വേണ്ട പോഷക ഘടകങ്ങൾ കൂടിയാണ് ജീവകങ്ങൾ. നമുക്കറിയാമല്ലേ, നമ്മളെ ശരീരത്തിന് പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഘടകമാണ് എന്ത്, വിറ്റാമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻ്റെ കുറവ് മൂലം നമ്മളുടെ ശരീരത്തിൽ പലതരം അസുഖങ്ങളും വരാറുണ്ട്. പലതരം അസുഖങ്ങൾക്കും കാരണമാകുകയാണ് നമ്മുടെ വൈറ്റമിൻ്റെ കുറവ് എന്ന് പറയുന്നത്. പലതരം അസുഖങ്ങൾക്ക് കാരണമാവുന്നെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ വൈറ്റമിൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വൈറ്റ മീൻസ് ലൈഫ് എന്നാണ് വൈറ്റയുടെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് വൈറ്റമിൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസിനെ പറ്റി നോക്കാം. വിറ്റാമിൻ അഥവാ ജീവകം എന്ന പദം ആദ്യമായി നൽകിയ വ്യക്തി കാസിമർ ഫങ്ക്. വിറ്റാമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹേ. അപ്പോൾ രണ്ടും തെറ്റിപ്പോകരുത്. വിറ്റാമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹേ ആണ്. വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അതിനെ 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് കൊഴുപ്പിൽ അലിയുന്ന ജീവകങ്ങൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ, മറ്റേത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ADEK. പഠിച്ചു വയ്ക്കുക, ADEK. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ B കോംപ്ലക്സ്, വിറ്റാമിൻ സി, വൈറ്റമിൻ സി കേട്ടോ, വൈറ്റമിൻ സി. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നത് വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. ജലത്തിൽ ലയിക്കുന്നത് B കോംപ്ലക്സ് അഥവാ വൈറ്റമിൻ സി. ഇനി നമുക്ക് ഓരോന്നും, അതായത് ഇപ്പോൾ നമ്മൾ ഏതൊക്കെ വൈറ്റമിൻസ് ADEK, അതുപോലെ B കോംപ്ലക്സ്, വൈറ്റമിൻ സി, ഓരോ വൈറ്റമിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പലർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ Aനെ പറ്റി പഠിക്കുന്നുണ്ട്, Dനെ പറ്റി, Eനെ പറ്റി, അതുപോലെ തന്നെ Cനെ പറ്റി, പിന്നെ Bയിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ എന്താ പറയുക, ശാസ്ത്രീയ നാമങ്ങളും കാര്യങ്ങളും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാതെ പഠിക്കുക. അതിന് വേണ്ടത് പ്രാക്ടീസാണ്. കറക്റ്റായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാം. നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് PSC പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന പാർട്ടിൽ നിന്ന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ പലവട്ടമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്കും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത തന്നെയാണ്. കാരണം എല്ലാത്തിൽ നിന്നും നമ്മൾ പഠിക്കണം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ മാർക്കായിരിക്കണം. കാരണം നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒന്ന് തെറ്റിപ്പോകരുത്. കാരണം നെഗറ്റീവ് മാർക്സ് ഉണ്ട്. പിന്നെ എല്ലാവരും, ഇപ്പോഴുള്ള എല്ലാവരും നല്ലൊരു കോമ്പറ്റീഷൻ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. അപ്പം നിങ്ങളും ആ ഒരു ഒന്നിനൊന്നും മെച്ചത്തിൽ നിങ്ങളും ഉയർന്നു വരാൻ നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ നീറ്റായിട്ട് ഓരോ വൈറ്റമിൻസിനെ പറ്റി പഠിക്കുമ്പോഴും അതിൻ്റെ പോയിൻറ്റ്സ്, ഇപ്പം ഞാൻ നോട്ട് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ആ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമ്മൾ തന്നെ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് തന്നെ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വൈറ്റമിൻസിനെ പറ്റി നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ജീവകം Aനെ പറ്റി പഠിക്കാം. ജീവകം Aയുടെ ശാസ്ത്രീയ നാമം വരുന്നത് റെറ്റിനോൾ എന്നാണ്. കണ്ണിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായ പോഷക ഘടകമാണിത്. അപ്പോൾ നമുക്കറിയാം, കണ്ണിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഒരു പാർട്ടാണ് റെറ്റിന അല്ലേ. അപ്പോൾ അത് ആലോചിച്ചാൽ തന്നെ ഈ ജീവകം A കണ്ണിന് പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ്. അപ്പോൾ നമ്മളതിൻ്റെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്ന് ആ ഒരു രീതിക്ക് നമുക്ക് ആലോചിച്ച് വയ്ക്കാം. പിന്നെ പ്രധാന സ്രോതസ്സുകൾ പച്ചിലക്കറികൾ, മുട്ടയുടെ മഞ്ഞ, കരൾ, പാല്, ക്യാബേജ്, ക്യാരറ്റ്, മീനെണ്ണ, വെണ്ണ എന്നിവ. ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ പ്രധാന. നമുക്ക് ചില ഫുഡുകൾ കഴിക്കുമ്പോൾ വൈറ്റമിൻസ് കിട്ടും എന്ന് പറയാം അല്ലേ. അപ്പം ഞാൻ ആ ഫുഡുകളാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയത്. ഇനി ജീവകം A സംഭരിക്കപ്പെടുന്നത് എവിടെ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. അതിൽ നിന്ന് ജീവകം A സംഭരിക്കപ്പെടുന്നത് എവിടെ? അത് കരളിലാണ് കേട്ടോ. അതുപോലെ വൈറ്റമിൻ Aയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. നമ്മളപ്പോൾ തന്നെ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ A. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ
ഇതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് ഏതാണ്? നിശാന്തത. നോട്ട് ചെയ്ത് വെക്കാം. 1913 എൽമാർ കൊളം എന്ന ജൈവശാസ്ത്രജ്ഞനാണ് ജീവകം വേർതിരിച്ചെടുത്തത്. അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ്റെ പേര് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം കരോട്ടിനാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം കരോട്ടിൻ. പിന്നെ വിറ്റാമിൻ എ എന്ന് അറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ജീവകം എയുടെ പാർട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ. ഓക്കെ. ശാസ്ത്രീയ നാമം റെറ്റിനോൾ. നോട്ട് ചെയ്ത് വെക്കുക. ശാസ്ത്രീയ നാമം റെറ്റിനോൾ കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അസുഖം വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം നിശാന്തത. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജീവകം ബി ആണ്. ജീവകം ബിയിൽ വരുന്ന ജീവകം B1 തയമിൻ എന്ന് അറിയപ്പെടുന്നു. തയമിൻ എന്ന് അറിയപ്പെടുന്നു. അപ്പം നമുക്ക് ശാസ്ത്രീയ നാമം നോക്കാം. ഇനി കാർബോഹൈഡ്രേറ്റുകളെ, അതായത് ധാന്യകം ഊർജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന ജീവകമാണ് ജീവകം B1. അപ്പം ജീവകം B1ൻ്റെ ഫങ്ഷനാണ് ഞാൻ പറഞ്ഞത്. കാർബോഹൈഡ്രേറ്റുകളെ ഊർജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന ജീവകമാണ് ജീവകം B1 എന്ന് പറയുന്നത്. ഇനി അരിയുടെ തവിടിൽ ജീവകം B1 അടങ്ങിയിരിക്കുന്നു. അപ്പം നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടി. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏത്? ഉത്തരം B1 ട്ടോ. ഇനി നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ബെറിബറി രോഗം ജീവകം B1ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്. അപ്പം ജീവകം B1ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് നമുക്ക് പറയാം? നമുക്ക് ഏതാ പറയാ? ബെറിബറി. അല്ലെങ്കിൽ ജീവകം ഏതാ രോഗം എന്ന് ചോദിക്കുകയാണെങ്കിൽ ബെറിബറി എന്ന് പറയാം. അല്ലെങ്കിൽ ബെറിബറി എന്ന രോഗത്തിന് ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത മൂലമാണ് എന്ന് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വൈറ്റമിൻ്റെ പേര് പറയാം? വൈറ്റമിൻ B1ൻ്റെ പേര് പറയാം. ഓക്കെ. ഇനി തയമിന് ആൻറ്റി ബെറിബറി ഘടകം എന്ന് പറയുന്നു. തയമിന് എന്ത് പറയുന്നു? ആൻറ്റി ബെറിബറി ഘടകം. അപ്പോൾ ആൻറ്റി ബെറിബറി ഘടകം എന്ന് പറയുന്നത് ഏതാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ജീവകം B1ൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പച്ചക്കറികൾ, പന്നിയിറച്ചി, സോയാബീൻ, ധാന്യങ്ങൾ, കശുവണ്ടിപ്പരിപ്പ് തുടങ്ങിയവയാണ് കേട്ടോ. ഇനി ജീവകം B2 അറിയപ്പെടുന്നത് ഫ്ലേവിൻ എന്നാണ് ജീവകം റൈബോഫ്ലേവിൻ എന്നാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്? ജീവകം B2 അറിയപ്പെടുന്നത്. ജീവകം B2 അറിയപ്പെടുന്നത് റൈബോഫ്ലേവിൻ എന്നാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ജീവകം ബിയിലെ ജീവകം B1നെ പറ്റി പറഞ്ഞു. അപ്പം അത് B1 തൈമിൻ എന്നാണ് അറിയപ്പെടുന്നത്. B2 എന്താണ് അറിയപ്പെടുന്നത്? റൈബോഫ്ലേവിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ B1ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറിബറി. ഉത്തരം വരുന്നത് ബെറിബറിയാണ്. അപ്പോൾ ഓരോന്നിനും ഏതൊക്കെയാണ് രോഗങ്ങളെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സയൻറ്റിഫിക് നെയിമും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും പറയുന്നുണ്ട്. അപ്പോൾ B1ൻ്റെ ഫങ്ഷൻ വന്നിട്ട് പറയുന്നത് എന്താ? കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ സാധിക്കുന്ന ജീവകമാണ് എന്ത്? ജീവകം B1. അതുപോലെ തന്നെ B1നെ പറ്റി പറയുകയാണെങ്കിൽ അരിയുടെ തവിടിൽ കാണപ്പെടുന്നത് ജീവകം ഏത്? അല്ലെങ്കിൽ അരിയുടെ തവിടിൽ നിന്ന് കിട്ടുന്നത് ഏതാണ് ജീവകം? വൈറ്റമിൻ B1. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ. ജീവകം B2ൻ്റെ പ്രധാന സ്രോതസ്സുകളായിട്ട് വരുന്നത് പാൽ, കരൾ, മത്സ്യം, കോഴിയിറച്ചി, പച്ചക്കറികൾ എന്നിവയാണ്. അടുത്തത് നമ്മൾ ജീവകം B3 നിയാസിൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ജീവകം B3 അറിയപ്പെടുന്നത് നിയാസിൻ എന്നാണ്. നിയാസിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലാഗ്രയാണ് കേട്ടോ. പെല്ലാഗ്രയാണ് നമ്മളെ നിയാസിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. ഓക്കെ. അപ്പോൾ നമുക്ക് ജീവകം B5ൻ്റെ സയൻറ്റിഫിക് നെയിം നോക്കാം. പാൻതോഥെനിക് ആസിഡാണ്. നമ്മൾ ജീവകം B5 അറിയപ്പെടുന്നത്. അതേപോലെ ജീവകം B6 പിരിഡോക്സിൻ. ജീവകം B5 അറിയപ്പെടുന്നത് പാൻതോഥെനിക് ആസിഡ് എന്നാണ് കേട്ടോ. ജീവകം B6 അറിയപ്പെടുന്നത് പിരിഡോക്സിൻ ആണ്. ഇനി ബയോട്ടിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം B7 ആണ് കേട്ടോ. ബയോട്ടിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം B7 ആണ്. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകങ്ങളാണ് ബയോട്ടിൻ, പാൻതോഥെനിക് ആസിഡ്, ജീവകം K എന്നിവ കേട്ടോ. അപ്പോൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഏതൊക്കെയാണ് ബാക്ടീരിയകളുടെ
കോശങ്ങളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകങ്ങളെന്ന്. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ജീവകം B9 അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ രാസനാമം വരുന്നത് ഫോളിക് ആസിഡ് എന്നാണ്. ഫോളിക് ആസിഡ് എന്നാണ് ജീവകം B9ൻ്റെ രാസനാമം വരുന്നത്. ജീവകം B12ൻ്റെ രാസനാമം വരുന്നത് സൈനോകൊബാലമിൻ. എഴുതിയത് ക്ലിയർ ആയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. സൈനോകൊബാലമിൻ ആണ് ജീവകം B12 വരുന്നത് കേട്ടോ. അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ് ആ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള. ഫോളിക് ആസിഡ്, ജീവകം B12 എന്നിവയുടെ കുറവ് മൂലം സ്ത്രീകൾക്ക് ഗർഭകാലത്ത് ഉണ്ടാകുന്ന അനീമിയ മെഗലോബ്ലാസ്റ്റിക് അനീമിയ കേട്ടോ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ജീവകം B12ൻ്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന അനീമിയ പെർനീഷ്യസ് അനീമിയ. അപ്പോൾ അതും നോട്ട് ചെയ്യുക. അപ്പോൾ 2 തരം അനീമിയയെ പറ്റിയാണ് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യം പറഞ്ഞത്. അടുത്തത് കൊബാൾട്ട് അടങ്ങിയ ജീവകം B12 ആണ് കേട്ടോ. കൊബാൾട്ട് അടങ്ങിയ ജീവകം B12 ആണ്. തവിടിൽ ധാരാളം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? തവിടിൽ നമ്മൾ ഒരു വട്ടം പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. B1 ആണ് കേട്ടോ. തയാമിൻ എന്നും പഠിച്ചു വെക്കണം, അതുപോലെ തന്നെ B1 എന്നും പഠിച്ചു വെക്കണം. അമിത മദ്യപാനിക്ക് കൊടുക്കുന്ന ജീവകം നോട്ട് ചെയ്യുക, B1 ആണ് കേട്ടോ. അമിത മദ്യപാനിക്ക് കൊടുക്കുന്ന ജീവകം B1 ആണ്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജീവകം B2 ആണ് കേട്ടോ. B2 ആണ്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജീവകം B2 ആണ്. റൈബോഫ്ലാവിൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോൾ നശിക്കുന്ന ജീവകം B2 ആണ് കേട്ടോ. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോൾ നശിക്കുന്ന ജീവകം എന്ന് പറയുന്നത് B2 ആണ്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നതും B2 ആണ് കേട്ടോ. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2 ആണ് വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 2 തരം അനീമിയയ്ക്ക് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അതുപോലെ തന്നെ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകം ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ തവിടിൽ ധാരാളം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ നമ്മൾ തയാമിനാണ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നോട്ട് ചെയ്യേണ്ട ഒന്നാണ് അമിത മദ്യപാനിക്ക് കൊടുക്കുന്ന ജീവകം, അത് B1 ആണ്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജീവകം B2. രാസനാമവും പഠിച്ചേക്കുക. ഓക്കെ, സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോൾ നശിക്കുന്ന ജീവകം B2 തന്നെയാണ് കേട്ടോ. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നതും B2. അപ്പോൾ B2നെ റിലേറ്റ് ചെയ്തിട്ട് ഒരു 3 ക്വസ്റ്റ്യനായി കാണുന്നത്. അതുപോലെ തന്നെ B1 പിന്നെ B12 കൊബാൾട്ട് അടങ്ങിയ ജീവകം B12 കേട്ടോ. പിന്നെ 2 അനീമിയ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു B2നെ ചുറ്റിപ്പറ്റിയിട്ടും പിന്നെ ഈ ഒരു പാർട്ടിൽ അതായത് നമ്മൾ അടുത്തത് നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം B3 നിയാസിനാണ്. അപ്പം നമ്മൾ പെല്ലഗ്ര എന്ന അസുഖം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആലോചിച്ച് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ B5 ആണ് കേട്ടോ. വൈറ്റമിൻ B5 ആണ് എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ജീവകം H ഇട്ടിരുന്നത് ഏതാ? B7 ആണ്. ബയോട്ടിൻ നമ്മൾ നേരത്തെ ജീവകം ജീനെ എന്നറിയപ്പെടുന്നത് നമ്മൾ നോക്കിയിരുന്നു. അടുത്തത് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ B5ഉം B7ഉം. ഉത്തരം B5ഉം അതുപോലെ തന്നെ B7ഉം. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം B9 ആണ് കേട്ടോ. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം B9 ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം B12 ആണ് കേട്ടോ. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകം B12 ആണ്. ഇനി കുറച്ച് അപര്യാപ്തത രോഗങ്ങൾ പഠിക്കാം. B1ൻ്റെ ബെറിബറി ആണ് വരുന്നത്. B2ൻ്റെ അരിബോഫ്ലാവിനോസിസ് ആണ്. B3 പെല്ലഗ്ര, നമ്മൾ ഓൾറെഡി അതിനെ 4D സിൻഡ്രോം എന്നും പറയും. B9 നമ്മൾ പഠിച്ചിരുന്നു, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B12 പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ഓരോ വൈറ്റമിൻസും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും
ഏതാണെന്ന് നോക്കി ക്ലിയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ അത് നമുക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അതെങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് നമ്മൾ ഓൾറെഡി ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പെർനീഷ്യസ് അനീമിയ വരുന്നത് ഏതാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനിയും നമുക്ക് വൈറ്റമിൻസിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്